തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ദൈവനാമം മഹത്വപ്പെടണം. ഈ പ്രാർത്ഥന ആഗ്രഹം എല്ലാവരുടെയും ഉള്ളങ്ങളിൽ ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പാകെ വീണ്ടും നിൽക്കുന്നു. കഴിഞ്ഞ നാളുകളായി നാം ഈ വചനം വേർഡ് ആൻഡ് പവർ എന്ന ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും ഭാരങ്ങളും നിങ്ങൾ വിളിക്കുന്നുണ്ട്. കൂടുതൽ പേർക്ക് ആ മേഖലയിൽ വിടുതൽ ലഭിപ്പാൻ അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം നമ്മോട് സംസാരിക്കാൻ, ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടാനായ ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കർത്താവേ സ്തോത്രം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ കർത്താവെ അടുത്തു വരാൻ തരുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായും അധികാരത്തിനായി അവകാശത്തിനായി സ്തോത്രം. മക്കളെങ്കിൽ അവകാശികളാണല്ലോ ദൈവത്തിന്. ഞങ്ങളെ സഹായിക്കണം. ഇവരെയും നടത്തിയല്ലോ, നന്ദി. പിന്തിരിഞ്ഞു നോക്കി നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പിന്നെയും ജയകരമായി ഫലകരമായി ശുശ്രൂഷിപ്പാൻ തിരുനാമം മഹത്വപ്പെടുവാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണേ. വചനം കേൾക്കുന്നവരെ ദൈവം സഹായിക്കണം. അവരുടെ ജീവിത വിഷയങ്ങളിൽ ദൈവം ഇടപെടണം. താൽക്കാലിക ജീവിത സന്തോഷങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട നിത്യനായ ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിൽ വിടുവിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഇടവിനെയും വിനയപ്പെടുത്തുന്നു. കൃപ തരണം. തിരുനാമം മഹത്വപ്പെടണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകർ വിളിക്കുന്നുണ്ട്. കൂടുതൽ പേര് കേൾക്കാനും കേൾക്കുന്നവരും മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും ഈ ശുശ്രൂഷയെ പരിചയപ്പെടുത്താൻ എന്ത് സമയമൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കും. യൂട്യൂബിൽ നിങ്ങൾ വേർഡ് ഇൻ പവർ WORD വേർഡ് ഇൻ പവർ അടിച്ചിട്ട് ഡോക്ടർ ജോർജ് വർഗീസ് എന്നുകൂടെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സമയം പോലെയൊക്കെ കേൾക്കാനുള്ള സന്ദർഭമുണ്ട്. അതും പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ ദൈവം പരിശുദ്ധാത്മാ ഉള്ളത്തിൽ പ്രകാശം തന്ന വേദവചനം വീണ്ടും ഒന്നിച്ച് നാം ധ്യാനിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുള്ള ഒരു പ്രസംഗമല്ല, ഈ ദിവസങ്ങളിലെ ചിന്ത ഒരു പഠനമാണ് കേട്ടോ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അറിയാവുന്നതാ, പക്ഷേ അത് കുറച്ചുകൂടെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരച്ചുകൊണ്ടാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന മനോഹരമായ വിഷയം മനുഷ്യജാതിയുടെ പ്രത്യാശ, സ്വർഗം അല്ലേ. സ്വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യ ദിനം പറഞ്ഞായിരുന്നു ഇതിനൊരു മറുവശമുണ്ട്. സ്വർഗമുണ്ടെങ്കിൽ നരകവുമുണ്ട്. നരകമുണ്ടോ അല്ലേ? ഹെൽ ഈസ് ഹെൽ എക്സിസ്റ്റിംഗ്. ഈസ് ഹെൽ റിയൽ? യാഥാർത്ഥ്യമാണോ അല്ലേ? അതേക്കുറിച്ചുകൂടെ സംശയമുള്ളൊരു ലോകത്തിൽ അതിനൊരു തെളിവ് വേദപുസ്തകത്തിൽ നിന്ന്, വിശുദ്ധ ബൈബിളിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ നരകം ഉണ്ടോ? അതെവിടാ? അതിൻ്റെ സ്ഥലം എവിടാ? അതിൻ്റെ അവസ്ഥ എവിടാ? ഞാൻ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ ചെറിയ പ്രായം മുതൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യമാണ് സ്വർഗവും നരകവും അല്ലേ. ആ നരകത്തെക്കുറിച്ചുള്ള ഒരു ഭീതി ഒരുപക്ഷെ നമ്മളെ സ്വർഗത്തിലേക്ക് ചായ്ക്കുവാൻ, അതിലേക്ക് തിരിയുവാൻ നമ്മളെ പ്രേരിപ്പിച്ചിരിക്കാം. അതിനപ്പുറത്ത് കോൺസിക്വൻസ് ഇല്ലേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയും ജീവിക്കാമല്ലോ. അതിനപ്പുറത്തൊരു കോൺസിക്വൻസ് ഉണ്ട്. അതാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ വളരെയധികം പ്രാവശ്യം പറഞ്ഞൊരു വിഷയമാണ് കേട്ടോ. ഹെൽ വേദപുസ്തകത്തിൽ ഒത്തിരി പ്രാവശ്യം. എന്നാലും പറയട്ടെ, ഒരു നല്ല കൂട്ടം ആൾക്കാർ ഈ നരകം ഉണ്ടെന്നൊന്നും വിശ്വസിക്കുന്നില്ല. അതാണ് അപകടം. അങ്ങനെയൊക്കെ ദൈവം ചെയ്യുമോ, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുക. അത് ഞാൻ പറയാം. എന്നാൽ ഞാനൊരു കാര്യം പറയാം. യേശു കർത്താവ് നരകമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നരകം എന്നാണ്. നിത്യശിക്ഷാവധി എന്ന് പറയുമ്പോൾ നിത്യശിക്ഷാവധി, എറ്റേണൽ ജഡ്ജ്മെന്റ്, മറ്റൊന്നും അല്ല, അത് കുറച്ചൊന്നും അല്ല. അത് ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, വഞ്ചിക്കപ്പെടരുതേ.
വിശുദ്ധ ബൈബിൾ നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ബൈബിളാണ് അല്ലേ? അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിലാണ് ഇതേക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുന്നതും അതേക്കുറിച്ചുള്ള ആധികാരികമായ അറിവ് നമുക്ക് ലഭിക്കും. കർത്താവ് തന്നെ പറഞ്ഞ വചനങ്ങളാണ് അല്ലേ? കാരണം നരകത്തിലെ ദണ്ഡനം അനുഭവിച്ചിട്ട് മടങ്ങി വന്നവരാരും നമ്മുടെ ഇടയിലില്ല. ഉണ്ടോ? ഇങ്ങനാരും വന്ന് പ്രസ്താവിച്ചിട്ടുമില്ല. പിന്നെ ഒരാൾ പ്രസ്താവിക്കാതിരിക്കാൻ കാരണം തന്നെ ഇതിനിടയിൽ ഒരു പിളർപ്പുണ്ടെന്ന് വേദപുസ്തകം സമയത്ത് അത് പുറകെ പറയാം. ഒരു പിളർപ്പ്. എന്നാൽ നരകം എന്ന് പറയുന്ന ഭീതിപ്പെടുത്തുന്ന സ്ഥലത്തെക്കുറിച്ച്, അക്ഷരികമായ സ്ഥലത്തെക്കുറിച്ച്, ലിറ്ററലി കർത്താവ് തന്നെ പറഞ്ഞ ചില വചനങ്ങളുണ്ട്. അത് ഞാൻ ഓടിച്ച് പറയാം. ഒന്നാമത് ലൂക്കോസിന്റെ സുവിശേഷം 16:20 പറയുന്നു, എ പ്ലേസ് ഓഫ് ടോർമെന്റ്. എന്താ അതിനർത്ഥം? ദണ്ഡനാ സ്ഥലം. വിസ്തരിക്കുന്നില്ല കേട്ടോ. 2, എ പ്ലേസ് ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിന്റെ സ്ഥലം. മത്തായി 8:12. A place where one dieth not and the fire not quenched, എന്ന് വെച്ചാൽ പുഴു ചാകാത്തതും തീ കെടാത്തതുമായ സ്ഥലം. മർക്കോസ് 9:43-44. A place where the smoke of the torment ascended up day and light forever, എന്ന് വെച്ചാൽ അവിടുത്തെ ദണ്ഡനത്തിന്റെ പുക രാവും പകലും എന്നേക്കും മുകളിലോട്ട് ഉയർന്നുകൊണ്ടിരിക്കും. റെവലേഷൻ അല്ല, വെളിപ്പാട് പുസ്തകം 14:11. അത് കേട്ടോ, തിരുവചനത്തിലെ വചനങ്ങളായതല്ല. ഈ വിഷയത്തോടുള്ള വിരോധവും ഭാവി ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഭയവും അനേകരെ നരകമെന്നുള്ളത് വിശ്വസിക്കുന്നതിൽ നിന്ന് അകറ്റിക്കളയുന്നു. ആ ഭീതിയും ഭയവും അകറ്റി വിചാരിച്ച് നരകം ഇല്ലാതാവും? ഇല്ല, അതവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയുമല്ല, ദ ഫോൾസ് ടീച്ചേഴ്സ് ഓഫ് ദീസ് ഹെറസീസ് ലെഡ് പീപ്പിൾ എന്തുവാ ടു സ്ലീപ്പ് വിത്ത് എ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി. അതായത് ഇതിനെ ഉപദേശിക്കുന്ന ആ മേഖലയിൽ പഠിപ്പിക്കുന്നവരെ, നരകമില്ല എന്ന് പഠിപ്പിക്കുന്നവർ എന്താ ചെയ്യുന്നത്? ജനത്തെ ഒരു തെറ്റായ ഭദ്രതയിൽ ആയിരിക്കാനും അങ്ങനെ ഇരുന്ന് ഉറങ്ങാനും അനുവദിക്കുക. അതൊരു അപകടകരമായ വിഷയം. പട്ടണത്തിന് നേരെ പാൾ വരുന്നത് കണ്ടപ്പം കാവൽക്കാരൻ വിളിച്ചറിയിക്കണമെന്നാ കേട്ടോ. അതറിയിക്കാനിടയാകട്ടെ. യാഥാർത്ഥ്യമാണ്, നരകമെന്നുണ്ട്, സ്വർഗം ഒന്നുണ്ട്. അത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നിങ്ങൾ സ്ഥിരമായി ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് വിശാലമായ ഒരു പഠനം നമ്മൾ 2-3 എപ്പിസോഡിൽ കേട്ടു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നരകം. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും 264 അധ്യായങ്ങളുമുണ്ട്. ഈ 264 അധ്യായങ്ങളിൽ 234 പ്രാവശ്യം നരകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? നിത്യശിക്ഷാവിധിയെക്കുറിച്ച് കേട്ടോ പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 27 മൈലുള്ള ഒരു റോഡിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുക, കാർ ഓടിച്ചു പോകാം. അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഒരു 234 പ്രാവശ്യം നമ്മൾ കണ്ടെന്നിരിക്കട്ടെ, ഈ റോഡ് അപകടമാണ്, ഇത് അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റിൽ വി ട്രൈ ടു ഗോ ഫോർവേഡ്. മുന്നോട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ സെൻസിബിളായിട്ടുള്ള ആരും പോകത്തില്ല, വഴിതിരിച്ച് വിടും, വേറെ വഴി പോകും. അങ്ങനെയാണെങ്കിൽ ബൈബിള് ആലോചന തരുന്നു, അപകടകരമായൊരു വഴിയാണ് നരകം, അതിൽ പോകരുത്, രക്ഷപ്പെട്ടോളൂ. രക്ഷപ്പെടാനുള്ള ആലോചന ഈ മേഖലയിൽ കൂടെ ഒക്കെ ദൈവം മനുഷ്യജാതിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എത്ര ദൈവദാസന്മാർ എവിടെല്ലാം നിന്ന് പറയുന്നു, അതോട് ചിന്തിക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയാകട്ടോ, ആരും നശിക്കില്ല. അതാ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ബൈബിൾ സ്വർഗത്തെക്കാൾ കൂടുതൽ നരകത്തെക്കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തുവാ, ഇത് നരകമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബൈബിൾ ദൈവവചനമല്ല. നരകമില്ലെന്നുണ്ടെങ്കിൽ യേശു ദൈവപുത്രനല്ല. കാരണം ഇതെല്ലാം കർത്താവ് പറഞ്ഞ വചനമായതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നരകം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, മനസ്സിൽ കുടിയേറിയിരിക്കുന്ന എല്ലാ പഴയ ധാരണകളെയും വിട്ടിട്ട്
ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവെന്ന് ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കണമേ. ഹെൽ ഈസ് റിയൽ. കൊച്ചു കുഞ്ഞുങ്ങളോടുകൂടെ ഞാൻ പറഞ്ഞു കൊടുത്തേക്കണം, മാതാപിതാക്കളെ ശ്രദ്ധിക്കണമേ, സഹോദരങ്ങളോട് എല്ലാം. എൻ്റെ അവസാനത്ത് ഞാൻ പറയാം. അപ്പൊ എന്താ വചനം പറയുന്നത്? നരകത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, പഠിപ്പിക്കുന്നു. സത്യമാണ്. ഹെൽ ഈസ് എ പ്ലേസ്, ഒരു സ്ഥലമാണ്. 9-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യം, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളിലും പാതാളത്തിലേക്ക് തിരിയും. കേട്ടോ, നരകത്തിന്റെ ഒരു വീക്ഷണമാണത്, ഒരു വിവരണമാണത്. തീർന്നില്ല. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായം 41 മുതൽ 46 വരെ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതാണ്. അവസാന ഒരു ഇടത്തുള്ളവരും വലത്തുള്ളവനൊക്കെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും കൂടെ തിരിക്കുന്നതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നവർക്കറിയാം, വായിച്ചിട്ടുള്ളവർക്കറിയാം, വിസ്തരിക്കുന്നില്ല. അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവീൻ, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. അവർ നിത്യദണ്ഡനങ്ങളിലേക്കും നീതിമാന്മാർ നിത്യജീവങ്ങളിലേക്കും പോകും. കേട്ടോ, ഇടത്തുള്ളവര് അവരോട് കർത്താവ് പറഞ്ഞതാ, ശപിക്കപ്പെട്ടവരെ. മനുഷ്യന് വേണ്ടി ദൈവം നരകം ഒരുക്കിയില്ല, അതോട് ഓർത്തോണം. കേട്ടോ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയതാ നരകം. അവിടോട്ട് പൊയ്ക്കോളാനാ. എന്താ? മനുഷ്യന്റെ പ്രവൃത്തികൾ ദോഷമുള്ളതാ, അവന്റെ ഹൃദയവിചാരങ്ങളൊക്കെ ദുഷ്ടത നിറഞ്ഞത്. ദാറ്റ് എവരി ഇമാജിനേഷൻ ഓഫ് ഹിസ് ഹാർട്ട് ഈസ് ഈവിൾ. അതുകൊണ്ട് ദൈവം ദുഃഖിച്ചു മനുഷ്യനെ സൃഷ്ടിക്കുന്ന നിമിത്തമെന്നാ ഉൽപ്പത്തി നമ്മൾ വായിക്കും. അങ്ങനെയാണ് പോവാൻ, ഇങ്ങനെ അവൻ്റെ കൂടെ പൊക്കോളാനായിട്ടൊരു സംവിധാനം ഒരുക്കുക. അവിടെ പോരുത്, പോകാതിരിക്കാൻ നമുക്കിപ്പം അതിന് വിടുതലിൻ്റെ സന്ദേശവും അതിൻ്റെ വഴിയും ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നരകത്തിൽ പോകാനല്ല ഇത് പ്രസംഗിക്കുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. നരകം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കേട്ടോ, അപ്പോൾ അങ്ങനെ ആ നിത്യശിക്ഷാവധിയിലേക്ക് നരകത്തിൽ പോകാൻ ഇടയാകാതിരിക്കട്ടെ. നരകത്തിൻ്റെ ഉറപ്പ് പറയാൻ വേണ്ടിയാ അങ്ങനെ ഉണ്ടെന്ന് പറയാൻ. അത് തന്നെയല്ല യോഹന്നാൻ 3:36 കർത്താവ് തന്നെ പറഞ്ഞ, പുത്രനെ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട്, വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അടുത്തത്, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നു. ദൈവക്രോധം വസിച്ചാൽ പിന്നെ അങ്ങോട്ടാ? ദൈവത്തോടു കൂടെയാണോ ഇരിക്കാൻ ഒക്കുവോ? എന്നല്ല, കർത്താവ് വളരെ ഗൗരവമായൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം. മർക്കോസ് 9:43 മുതൽ 48 വരെയാണത്. എന്തോ കാര്യം പറഞ്ഞു? നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. കേട്ടോ, ഇടർച്ച എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ വിഷയമാണ് പറയുന്നത്. 2 കാല് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ഇതിനെ വെട്ടിക്കളയും. മൂടന്തനായി ജീവനിൽ കടക്കുന്നതിനേക്കാൾ ഒറ്റക്കാലനായി കാലില്ലാത്തവനായി സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. തീർന്നില്ല, കണ്ണിനെ കുറിച്ചും പറഞ്ഞു. കണ്ണിടച്ച് വരുത്തിയാൽ അതിനെ ചൂന്ന് കളയണം, എടുത്തു കളഞ്ഞേക്കാൻ. 2 കണ്ണുള്ളവനായി കെടാത്ത തീയിൽ നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ദൈവ രാജ്യത്തിൽ കടക്കുന്നത് നല്ലത് എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടത്, കെടാത്ത തീയായ അഗ്നി നരകം, കേട്ടോ, എന്ന് 3 പ്രാവശ്യം അടുപ്പിച്ച് പറഞ്ഞിരിക്കുക. ഇൻ കണക്ഷൻ വിത്ത് അവർ ഓർഗൻ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ബന്ധപ്പെടുത്തിയ കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നതുകൂടെ ഓർക്കണം. അപ്പൊ പാപം ചെയ്യാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെ കൂടാണ് കർത്താവ് ഈ പറഞ്ഞത്, പാപത്തിൽ വീഴാവുന്ന. ദാറ്റ് വി ആർ ഈസിലി ബസറ്റഡ്, നമ്മൾ വേഗത്തിൽ പരാജയപ്പെട്ടു പോകാവുന്ന മണ്ഡലങ്ങൾ. കൈകൊണ്ട് പാവം, പാലുകൊണ്ട് പാവം, കണ്ണുകൊണ്ട് പാവം ഒക്കെ ഉണ്ട്. പിറകെ ദൈവരാജ്യ വ്യവസ്ഥയ്ക്ക് വിപരീതമാണ്. അങ്ങനെ വരുന്നവരൊക്കെ നരകത്തിൽ പോകും. അതുകൊണ്ട് എന്തോ ചെയ്യണം? അത് പ്രശ്നമാണ്, നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അതിനെ പറിച്ചു കളഞ്ഞേക്കാൻ. നടക്കുമോ? അത് പറിച്ചു കളയണ്ട, നീ തന്നെ ശരിയായാൽ മതി. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ചൊരു മനോഹരമായ വാക്യം വീണ്ടും പറയുക. കാരണം വെളിപ്പാട് 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളി. ഇപ്പം തീപ്പൊയ്യ എന്ന് പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം പറയാം. അതങ്ങനെ ഒന്നുണ്ട് കേട്ടോ. ചുമ്മാതെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയല്ല പ്രിയപ്പെട്ടത്. എന്ന് മാത്രമല്ല, റെവലേഷൻ വെളിപ്പാട് പുസ്തകം 2
ഈ 21:8 നമ്മൾ വായിക്കുന്നു. എന്താ? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലത്രേ. എന്താ മനസ്സിലായോ? മനസ്സിലായിക്കോണം. There is nothing else. They have to categorically believe that there is a place called hell. ഒരു വിസ്താരവും ഇല്ലാതെ, ഒരു സംശയമില്ലാതെ പറയട്ടെ, അത് ദൈവത്തിന്റെ വചനമാണ് ഹെല്ല് എന്നൊരു സ്ഥലം. അതുകൊണ്ട് എന്താ, ഇതൊരു വേർപാടിന്റെ സ്ഥലം കൂടെ കേട്ടോ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സെപ്പറേഷൻ. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭൂമി നിയമം അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അനുസരിക്കുന്നവർക്ക് വേണ്ടിയാലോ, എന്നാൽ അനുസരിക്കാത്തവരെ ഇതിന് നടുവിൽ പാർക്കത്തില്ല. അതിന് കുറ്റവും ശിക്ഷയും കോടതിയൊക്കെ വരും. അവനെ പിടിച്ചെവിടാക്കും ചെയ്യില്ല. അപ്പൊ ദൈവത്തിന് ഇങ്ങനൊരു വ്യവസ്ഥയുണ്ട് കേട്ടോ. ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനെയും ജീവിക്കാത്തവനെയും ഒന്നിച്ച് വിടത്തില്ല. ഇവിടെ വെച്ച് ലോകം അതിൻ്റെ കാര്യം ചെയ്യും. മേളിൽ ചെല്ലുമ്പം ദൈവം അങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും തമ്മിൽ ഒരു സ്ഥലത്തല്ല. അതിന് പ്രത്യേക സ്ഥലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ കുടുംബങ്ങളിൽ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം വെച്ചുകൊണ്ടിരിക്കും? അപ്പം മാർച്ചറി കുറച്ച് ദിവസം വരും, അത് കഴിഞ്ഞ് വരും, പിന്നെ വെച്ചുകൊണ്ടിരിക്കും. എടുത്തോണ്ട് അടക്കം കൊണ്ടുവന്നു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ അല്ലാതെ അങ്ങ് സ്നേഹം കൂടി വിചാരിച്ചാലും വെച്ചിരുന്ന അപകടമല്ലേ? അന്തരീക്ഷം മുഴുവൻ മാറത്തില്ലേ? അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ ഭയങ്കര പരിണത ഫലമായി മരിച്ചുകൊണ്ടിരിക്കുന്ന പാപത്താൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച മനുഷ്യൻ അവൻ ദൈവത്തോടുകൂടെ വസിക്കുമോ? ഇല്ല. അത് ദൈവത്തിന്റെ പ്രമാണമാണ്. God separates living and the dead in sin. Hell is the graveyard of heaven. സ്വർഗത്തിലെ സ്വർഗത്തിന്റെ ഗ്രേവിയാർഡാണ് ഈ ഹെൽ എന്ന് പറയുന്ന നരകം. അവിടെ ആരും പോകരുത്. ആ യാഥാർത്ഥ്യം പോകാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഇത് വിളിച്ചു പറയുന്നു. ഒരിക്കൽ കൂടെ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ കരുണ ചെയ്യണമേ. അതിനായി സ്നേഹവാനായ ദൈവം അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട്, എടാ ഈ ദൈവം സ്നേഹമാന്ന് പറഞ്ഞ് എല്ലാവരെയും കൂടെ അങ്ങ് നരകത്തിൽ തള്ളിക്കളയുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. അതൊന്നുമില്ല. എൻ്റെ സ്നേഹത്തിന് ഒരു ജയിൽ ഇവാഞ്ചലിസ്റ്റ് ശ്രേഷ്ഠനായ ഒരു ദൈവദാസ്, അതായത് ഈ ജയിലിലൊക്കെ ഇങ്ങനെ വേല ചെയ്ത് വന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞതാ. ഞാൻ വിദേശ രാജ്യത്ത് ജോലിയായിരുന്നപ്പോൾ അവിടെ വന്ന സമയത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഒരു തടവുകാരെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരുത്തും ചോദിക്കും, സാറേ ഈ നരകത്തില്ല അങ്ങനെ ദൈവത്തിന് ഇട്ട് ചെന്നെ സാധിക്കാൻ, ദൈവം സ്നേഹമില്ല അങ്ങനെ. പിന്നെ കുറച്ചു നേരം എടുത്ത് നിർത്തി വിഷമിപ്പിക്കും കേട്ടോ. ഒടി പറയും, കയറി പോടാ, അവൻ അങ്ങനെ ധരിച്ചിരിക്കുന്നത്, അങ്ങനെ വല്ലതും നടക്കും? ഇല്ല. ഓരോരുത്തരുടെ ചിന്തയാ ഞാനത് ഓർപ്പിച്ചത്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് കോംപ്രമൈസ് ഇല്ല, പാപത്തോട് കോംപ്രമൈസ് ഇല്ല കേട്ടോ. അവൻ ന്യായവിധി നടത്തുന്നവനാണ് എന്നൂടെ ഓർമ്മ. ദൈവം സ്നേഹവാനാണ്, അപ്പം തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് കുറച്ചുകൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിന്. A just and righteous God cannot treat sin and disobedience. സിൻ ആൻഡ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, സിൻ ആൻഡ് റൈറ്റ്യസ്നെസ്, അല്ലെ നീതിയും പാപവും ഒന്നിച്ച് കൺസിഡർ ചെയ്യാൻ ദൈവത്തിന് കഴിയത്തില്ല എന്ന് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ ഭാവിയായ ഒരു മനുഷ്യനെ ഒന്നിച്ച് ദൈവം കൈകാര്യം ചെയ്യത്തില്ല. അവർക്ക് വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവ സ്നേഹം തന്നെയാണ് സംസാരിക്കുമ്പോൾ. ആമേൻ. ഭാഷ മനസ്സിലാകുന്നവരോട് അവൻ ശിക്ഷാവിധിയുടെ ഭാഷയിൽ സംസാരിക്കും. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ അത് മനസ്സിലാകാത്തവരോട് കേട്ടോ. പറഞ്ഞ് മനസ്സിലായല്ലോ. സ്നേഹത്തിൽ സംസാരിക്കുന്ന മനസ്സിലാകത്തില്ലേ, പിന്നെ ശിക്ഷാവിധിയുടെ ഭാഷയിൽ അത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിനൊരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിച്ചേട്ടെ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ പ്രത്യേക സംഭവം രേഖപ്പെടുത്തി. കർത്താവ് തന്നെ പറഞ്ഞതാണ്. അത് ഉപമയാണെന്ന് പറഞ്ഞവരുണ്ട്, ഉപമയല്ല ഇതൊരു സംഭവമാണെന്ന് വീക്ഷിക്കുന്ന വേദശാസ്ത്രജ്ഞന്മാരുണ്ട്. ഒരു ധനവാനായ മനുഷ്യൻ്റെ കാര്യം. അവൻ്റെ വീട്ടുപടിക്കൽ ഒരു പാവപ്പെട്ടവൻ കിടന്നൊരു ബഗർ, ലാസർ എന്നാ പേര്. അവന് ആഹാരമൊന്നും കെട്ടില്ല. അവൻ്റെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വൃണങ്ങളൊക്കെ വന്ന് നായ്ക്കളൊക്കെ വന്ന് നോക്കിയതിനെ കുറിച്ച്. പക്ഷേ ഇവർ രണ്ടുപേരും മരിച്ചു കേട്ടോ. ധനവാൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ്. പക്ഷെ അവിടെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തോടുകൂടെ സകലം അവസാനിക്കുന്നില്ല. അവൻ്റെ ആത്മാവും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യം നമ്മെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ആത്മാവ് ഒന്നുകിൽ ദൈവത്തോടുകൂടെ നിത്യതയിൽ, അല്ലെങ്കിൽ പിശാചിനോടുകൂടെ നിത്യദണ്ഡനത്തിൽ.
ഇതാണ് ഈ ഉപമ അല്ലെങ്കിൽ ഈ സംഭവം നമ്മെ മനസ്സിലാകും. ഈ ധനവാന്റെ ധൂമ്ര വസ്ത്രവും പട്ടുമൊന്നും അവന്റെ പാപത്തെ ദൈവം മറയ്ക്കാൻ പറ്റിയില്ല. ഇത് ഓർക്കണം. ധനവാനായ മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വീട്ടുപടിക്ക് വ്രണം നിറഞ്ഞ മനുഷ്യൻ കടന്നവനെ കൺസിഡർ ചെയ്തില്ല. കൺസിഡർ ചെയ്യാഞ്ഞതാണോ വിഷയം? പുറമോട്ട് വായിച്ചു വരുമ്പം ഒരുമിച്ച് മരിച്ചു. ലാസറിനെ ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ധനവാന് ഒരു അടക്കം കിട്ടി. മരിച്ചു, അടക്കം ചെയ്തു. എന്താ? he was died and he was buried. എടുത്തു പറഞ്ഞിരിക്കും നല്ലൊരു അടക്കം. അവൻ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ധാരാളം പേര് വന്നു, ഒത്തിരി ഡിഗ്നിറ്ററീസ് ഒക്കെ അവിടെ വന്നു. പിന്നെ വലിയ കാറുകളുടെ ഒരു വലിയ നീണ്ട നിരയായിരുന്നു അവന്റെ അടക്കത്തിന്. രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹിക നേതാക്കന്മാരും എല്ലാവരും വന്നു. പിന്നെ മനോഹരമായ കൊയർ പാടാൻ എല്ലാവരും കൂടെ ഒന്നിച്ചു വന്നു, എല്ലാം ചെയ്തു. അല്ലേ? നല്ല അടക്കം കിട്ടിയെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവ് എന്തോ പറഞ്ഞത്? ഈ കുഴി കിടന്നുകൊണ്ട്, ഈ നരകത്തിൽ കിടന്നുകൊണ്ട് അവൻ മേലോട്ട് നോക്കി അബ്രഹാമിനോട് പിടിച്ചു പറഞ്ഞു, എനിക്ക് ആ ഒരു തുള്ളി വെള്ളം അവൻ്റെ സഹോദരൻ്റെ നാവിലോട്ട് ഒന്ന് ഒഴിച്ചു തരണം. ഇവിടെ ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിലൊരു പിളർപ്പുണ്ട്. ഉടനെ പിന്നെ രാണാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണേ, ദയവായിട്ട് ആരെങ്കിലും ഒരാളെ ഒന്ന് വിട്ട് എൻ്റെ സഹോദരന്മാരോട്, അവർ ഇവിടെ ഗണനാ സ്ഥലത്ത് വരാതിരിക്കാൻ അവരോട് മാനസാന്തരപ്പെടാൻ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്താ? അബ്രഹാം ധനവാനോട് സംസാരിക്കുന്നത്, മകനെ റിമെമ്പർ, ഓർക്കുക, നീ ഭൂമിയിൽ നന്മ അനുഭവിച്ചു, ഇവൻ കഷ്ടപ്പെട്ടു, അതുകൊണ്ട് മാത്രമാണോ? ഇവിടെ റിമെമ്പർ ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക. ഓർക്കണ്ടേ കേട്ടോ? എന്തോ ഓർക്കണ്ടേ? എന്തോ നമ്മൾ ഓർക്കണ്ടേ? നീ കടന്നുപോയ എല്ലാ ചർച്ച് സർവീസ്, എല്ലാ ആരാധനയിൽ പോയി ദൈവവചനം കേട്ടത് നീ ഓർക്കണം. വിസ്മരിച്ചു കളഞ്ഞു. നീ കേട്ട എല്ലാ പ്രസംഗങ്ങളും നീ ഓർക്കണം. നിന്റെ അടുക്കലേക്ക് ദൈവദാസന്മാരെ അയച്ചത്, അവരിൽ കൂടെ ദൈവം നിന്നോട് സംസാരിച്ചത് നീ ഒന്ന് ഓർക്കണം. ഇല്ലേ? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു അമ്മയുടെ പ്രാർത്ഥന നീ കേൾക്കാതെ പോയത്, അത് നീ ഓർക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓർക്കണമെന്നാണ് ദൈവം അവനോട് പറയുന്നത്. റിമെമ്പർ ഓൾ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ഹേർഡ് ഇൻ ദ ലാൻഡ്. ഭൂമി നീ ആയിരുന്നപ്പോൾ കേട്ടതും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാൻ വഴിയൊരുക്കിയതുമായ മണ്ഡലങ്ങളും ഒക്കെ നീ ഗവനിച്ചില്ല. യു റിജക്റ്റഡ് ഇറ്റ്. അത് നീ ഓർക്ക്. റിമെമ്പർ. വചനം കേൾക്കുന്നവരോട് പറയട്ടെ, ഓർക്കണം കേട്ടോ. പിന്നീട് രക്ഷപ്പെടാനൊക്കത്തില്ല. ദർ ഈസ് ഓൺലി വൺ ചാൻസ്. മരണത്തിന് ശേഷം രക്ഷപ്പെടാമെന്ന് വിചാരിക്കല്ലേ. ഒന്ന് ഓർക്കാൻ ഇന്ന് മണിക്കൂറുകളിൽ ഓർമ്മിപ്പിക്കാം. ദൈവം നിനക്ക് ദൈവവചനം കേട്ട് രക്ഷപ്പെടാൻ തരുന്ന അവസരങ്ങളെ ഓർത്തോണം. മനസ്സുരിഞ്ഞ് മാനസാന്തരപ്പെട്ടോണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വാസ്തവമായി ദൈവകരങ്ങൾ വിനയപ്പെടാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിൽ, ഈ ഗൾഫിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് യേശുക്രിസ്തു. അതിൽ കൂടെ ഉള്ള വിടുതൽ. നരകവും സ്വർഗവും തമ്മിലുള്ള ഗൾഫ്, ഈ വിടവ് നികത്തുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശാണ്. ആ കുരിശിൽ ആശ്രയിച്ച് യേശുവിന്റെ രക്തക്കോട്ടങ്ങളിൽ മറഞ്ഞു വരുന്നവർക്ക് വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്നേഹത്തോടെ പറയട്ടെ, ഓർക്കേണ്ട പല കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ ധനവാനും ലാസറും മരിച്ചു. ഇതിന് ഇടയ്ക്ക് ചില വിശ്വാസങ്ങളുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കറഞ്ഞൊക്കെ ശരിയാക്കി നോ നേരെ ഒന്നുകിൽ അബ്രഹാമിന്റെ മടിയിൽ, അല്ലെ നരകത്ത്. ഇത് രണ്ടും അവിടെ വെളിപ്പെടുത്തും. വേദപുസ്തക സത്യങ്ങളെ കേട്ടോ. അവിടെ ഇടയ്ക്ക് വേറെ പോയി ഒന്നും ശരിയാകാമെന്ന് വിചാരിക്കില്ല. മരണത്തിന് ശേഷം അതൊന്നും നടക്കത്തില്ല. ഒരു കാര്യം കൂടെ പറയട്ടെ. ധനവാനായ മനുഷ്യൻ പറയുന്നു, എൻ്റെ സഹോദരന്മാരും മാനസാന്തരപ്പെട്ട് ഇവിടുന്ന് അപ്പം അവിടുന്ന് കർത്താവിൻ്റെ അല്ലെ അബ്രഹാമിന്തോ പറയുന്നറിയാമോ? ഇവിടുന്ന് ആരും അങ്ങനെ പോകാനൊക്കത്തില്ല. അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവർ പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ ഇവിടുന്ന് ഒരുത്തും ചെന്നാലും ഗുണമാകത്തില്ല. പക്ഷെ ഇവിടെ ഒരു ആത്മീയ സത്യമുണ്ട്. ഈ മനുഷ്യൻ നരകത്തിൽ ചെന്നപ്പോൾ, നിത്യശിക്ഷാവധിയിലായപ്പോൾ മനസ്സിലാക്കി, എന്താ സഹോദരന്മാർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവരിവിടെ വരും. അപ്പൊ താൻ ഇവിടെ വരാൻ കാരണമായത് മാനസാന്തരപ്പെടാഞ്ഞതാ, രക്ഷപ്പെടാഞ്ഞതാ. യേശു കർത്താവിനെ വിശ്വസിച്ച് പരിശുദ്ധ രക്തത്തിന്റെ മറവിൽ മറയപ്പെടാഞ്ഞതാ. അതാണ് കാരണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ചെയ്താലും, ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടായാലും, ധനമുണ്ടെങ്കിലും പേരുണ്ടെങ്കിലും പെരുമയുണ്ടെങ്കിലും,
നീ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ദൈവവചനം പറയുന്നതുകൊണ്ട് പ്ലേസ്. നരകം എന്ന് പറയുന്നത് ഒരു സത്യമായ സ്ഥലമാണ്. ഓർക്കണം, അവിടെ ആരും പോകരുത്. പോകാൻ വേണ്ടിയല്ല ഈ പ്രസംഗിക്കുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി കാണിക്കുന്നു. വലിയവനായ കർത്താവ് സ്നേഹത്തോടെ വിളിക്കുന്നു. യേശു വിളിക്കുന്നു, ആവലോടെ തൻ കരം നീട്ടി അവൻ വിളിക്കുന്നു. അടുത്തു വരുമോ? ദൈവശബ്ദം കേട്ട് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങപ്പെടാൻ, സ്വർഗത്തിൽ വസിക്കാൻ, ഹല്ലേലൂയ, യുഗായുഗമായി കർത്താവിനോടുകൂടെ വസിക്കുന്ന അനുഗ്രഹപ്പെട്ട അനുഭവങ്ങളിലേക്ക് പോകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആ പ്രത്യാശയുള്ളവർക്കായി സ്തോത്രം ചെയ്യുമ്പോൾ, അല്ലാത്തവര് ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? കർത്താവേ, കരുണ ചെയ്യണമേ, എന്നെ കൈക്കൊള്ളണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? കണ്ണുകളടയ്ക്കാം, തലകളമടക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം. നിന്റെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. കർത്താവേ, സ്വർഗം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ നരകം ഒരു യാഥാർത്ഥ്യമാണ്. ഓ, ഹെൽ ഈസ് റിയൽ. ആ വലിയ സത്യത്തെ കർത്താവേ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ മനസാക്ഷി മരവിച്ചു പോയ മനുഷ്യ സമൂഹത്തിന്റെ നടുവിൽ ഈ മണിക്കൂറുകളിൽ നൽകപ്പെട്ട വചനം അനേകരുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ വിനയപ്പെട്ടു. പിന്നെ ഈ കർത്താവെ ജീവിതങ്ങൾ വിടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം പിടിപ്പിക്കണം. ആരും നഷ്ടപ്പെടല്ലേ കർത്താവേ, ആരും നിത്യദണ്ഡനങ്ങളിൽ പോയി കഷ്ടപ്പെടാനിടയാവില്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. മരണത്തിന് ശേഷം ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന ആയുസ് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവപ്രസാദം ലഭിച്ച് തിരുനാമ മഹത്വപ്പെടുന്ന മണ്ഡലങ്ങളായിരിക്കാൻ ഒരു നാൾ ഹല്ലേലൂയ മരണം മൂലം വേർപിടിക്കുമ്പോൾ അല്ല നിന്റെ വരവാകുന്നെങ്കിൽ അങ്ങനെ നിന്നെ സന്തോഷത്തോടെ എതിരേൽക്കാൻ കഴിയുന്നവരായ എല്ലാവരെയും കാത്തുപാലിക്കണമെന്നായി പ്രാർത്ഥിക്കും. കൃപയുടെ കരങ്ങളോട്ട് ഏൽപ്പിക്കട്ടെ. നൽകപ്പെട്ട വചനം അത് ഐശ്വര്യമായ ജീവിതങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യണം. തിരുനാമം മഹത്വപ്പെടണം. ജീവിത ഭാരങ്ങളിൽ ഭാരപ്പെടുന്നവരോടും കരുണ കാണിക്കണം. അവരുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ട് വിടുതൽ നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി പിന്നെയും ദൈവം നിന്റെ നാമം മഹത്വപ്പെടണേ. അനേകരെ നിത്യ നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വിടുതൽ പ്രാപിപ്പാൻ, രക്ഷപ്പെട്ട് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയാൻ എല്ലാവരെയും സഹായിക്കണം. സ്വർഗം മഹത്വമെടുക്കണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.